ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് നാട്. വിവിധയിടങ്ങളിൽ ഒരുക്കിയ ഈദ്ഗാഹുകളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. പ്രാർത്ഥനകൾക്കൊപ്പം പള്ളികളിലും ഈദ്ഗാഹുകളിലും ലഹരിക്കെതിരെയുള്ള സന്ദേശം കൂടി നൽകുന്നുണ്ട്. കെ വി രാഹുൽ കോഴിക്കോട് നിന്നും, രാഹുൽ ജിനാഥ് തിരുവനന്തപുരത്ത് നിന്നും ഒപ്പം ചേരുന്നു. കെ വി രാഹുലിലേക്ക്. രാഹുൽ, ഗുഡ് മോർണിംഗ്. നമസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ആഘോഷത്തിന്റെയും പ്രാർത്ഥനയുടെയും മുഹൂർത്തങ്ങളാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഈദ്ഗാഹ് പൂർത്തിയായി കഴിഞ്ഞു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുള്ളത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഈദ്ഗാഹിന് ശേഷം വിശ്വാസികൾ ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചകളാണ്. ഇനി വീടുകളിലേക്കാണ് ഭക്ഷണം കഴിക്കണം. അതുപോലെ അതിനുശേഷം ബന്ധുവീടുകളിലേക്കൊക്കെ പോകുന്ന സമയങ്ങളാണ്. പ്രാർത്ഥന കഴിഞ്ഞു. ഇനി ഒരല്പം ആഘോഷം, അടിച്ചുപൊളിയൊക്കെ തന്നെയാണ്. തന്നെ ഈ ആഘോഷങ്ങളൊന്നും തന്നെ അതിര് വിട്ടു പോകരുതെന്ന കൃത്യമായ നിർദ്ദേശം, സന്ദേശം മതപണ്ഡിതന്മാർ നൽകിയിട്ടുണ്ടെന്നത് കൂടിയാണ്. ഇത്തവണത്തെ ഈദ് സന്ദേശത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വളരെ സജീവമായി തന്നെ ഇടം പിടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ യുവതലമുറ പ്രത്യേകിച്ചും ഈ ലഹരിക്ക് അടിമകളായി മാറുകയാണ്. ആ ലഹരിയുടെ ചതിക്കുഴിയിൽ വീണു പോവുകയാണ്. അതിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരുന്നതിന്, തിരിച്ച് കരം ചേർത്ത് പിടിക്കുന്നതിന് പ്രത്യേകമായ ശ്രദ്ധ വേണം എന്നുള്ളൊരു സന്ദേശം, ആഹ്വാനമാണ് ഈ പ്രാർത്ഥനകളിലുടനീളം തന്നെ ഇടം പിടിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ്. ഏതായാലും നാനാ കോണുകളിലുള്ള പ്രാർത്ഥനകൾ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി? ഇനി വീട്ടിലുള്ള ഓരോ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനുണ്ട്. കുടുംബ വീടുകളിലൊക്കെ പോകണം. അതൊക്കെ തന്നെ ഇനിയുള്ള പ്രായമുള്ള ആളുകൾ, സുഖമില്ലാത്ത ആളുകളൊക്കെ പോയി കാണും. ഓക്കെ. അപ്പോൾ തന്നെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണല്ലോ പ്രത്യേകിച്ച് ഇത്തവണ സന്ദേശങ്ങളിലൊക്കെ, അല്ലേ? അതെ, തീർച്ചയായും. കാരണം കുട്ടികളൊക്കെ അലക്ഷ്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ രക്ഷിക്കാനും നമുക്ക് കഴിയുന്ന മാതിരി നമ്മൾ പരിശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. പെരുന്നാൾ ആശംസകൾ. എന്തൊക്കെയാ ഇനിയുള്ള പരിപാടികൾ? എന്തൊക്കെയാ? പെരുന്നാൾ എല്ലാ കുടുംബത്തെയും വിസിറ്റ് ചെയ്യും. കുടുംബത്തിൽ ബന്ധപ്പെട്ടവർ, പ്രായമായവർ, പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. എല്ലാ കുടുംബബന്ധം പുലർത്തും, പോവും. ലഹരിക്കെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇമാമെന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം എല്ലാം നീങ്ങിക്കഴിഞ്ഞ് എല്ലാവരും കഴിയുന്നതും എല്ലാം ചെയ്യും. ഇനി കുട്ടികളെ കൂടെ ഒന്ന് ഇത് ആഘോഷിക്കുകയും ചെയ്യും. ഇതാണ് അതായത് എല്ലാവരും ഒത്തുചേരുന്നതിൻ്റെയും ചേർത്ത് നിർത്തുന്നതിൻ്റെയും പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അതാണ് ഞങ്ങൾ ഈദ്ഗാഹിനെ കൊണ്ടുള്ള ഈദ് സംരംഭങ്ങളുള്ള ഉദ്ദേശം. അപ്പോൾ ഇത് എല്ലാവരും കൂടും, എല്ലാ കുടുംബവും ഒന്നിച്ചു കൂടും. ഇന്ന് പോയി ഉച്ചക്ക് ലഞ്ച് കൂടും. താങ്ക് യു. പ്ലാനൊക്കെ നേരത്തെ തന്നെ ആക്കിയോ? ഒക്കെ നേരത്തെ ആക്കി. ഇപ്പോൾ ഈദ്ഗാഹ് കഴിഞ്ഞു. ഇവരെ ഫാമിലിനെ വെയിറ്റ് ചെയ്താണ്. ഇനി എല്ലാവരും കൂടി തറവാട്ടിൽ പോകും. അവിടെ എല്ലാവരും ഒത്തുചേരും. അവിടെ ഉമ്മയും അനിയന്മാരും എല്ലാവരും ഒത്തുചേർന്ന ഒരു സംഗമമുണ്ട്. അവിടെ നിന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക. എല്ലാ വീട്ടിലും അവിടെ എത്തും. ഇവിടെ തറവാട് എവിടെയാണ്? ഇവിടെ കല്ലായി. ട്രിപ്പൊക്കെ ഉണ്ടോ? ട്രിപ്പ് ചില പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് കാശ്മീരിൽ പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ അവിടെ തുലിപ്പ് സീസണാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഏപ്രിൽ 4th പോകാനുള്ള പ്ലാനുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കുമായിരുന്നേ, ലഹരി വിരുദ്ധ ക്യാമ്പയിന് കൂടിയാണല്ലോ വളരെ പ്രാധാന്യം ഇത്തവണ ഒക്കെ നൽകുന്നത്. അതെ, ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഇപ്പോൾ ആത്മകുട്ടി മന്ത്രി പറയണ്ടായല്ലോ. നമ്മൾ തുടങ്ങുന്നത് നമ്മളെ വീട്ടിൽ നിന്ന്, നമ്മളെ കുടുംബത്തിൽ നിന്ന്, നമ്മളെ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം അത് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞത് പിന്നെ നമ്മളെ മക്കൾ മുതൽ നമ്മൾ ഓരോ സ്ഥലത്തും ഇനി ആ വിരുദ്ധ ക്യാമ്പയിൻ അത് പിന്നെ ഓരോ പ്രദേശങ്ങളടക്കം പറഞ്ഞല്ലോ, ഓരോ പ്രദേശങ്ങളടക്കുന്നതിൽ അത് ചെയ്യണം. അത് വലിയൊരു സന്ദേശമാണ് തന്നത്. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ, അത് നമ്മളെ പോകുന്ന വഴി, അവരെ സഞ്ചരിക്കുന്ന രീതി, അവരെ കൂട്ടുകെട്ട് എല്ലാം സഹായിക്കേണ്ടതായി. ഇപ്പോൾ ഗവൺമെൻറ് ലാസ്റ്റ് സമയത്ത് മാത്രമാണ് അതിൽ ഉണർന്നിരുന്നത്. എന്നിരുന്നാലും ഇത് മുമ്പേ ആകായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. ഇങ്ങോട്ട് നോക്കണേ മോനെ, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അല്ലേ, പെരുന്നാൾ ആഘോഷ ലഹരിയിലല്ലേ? ഇനി ഇനി എങ്ങോട്ടൊക്കെയൊക്കെയാ പോകുന്നേ? എല്ലാ കുടുംബാംഗങ്ങളെയും ഒന്ന് സന്ദർശിക്കണം. മോന്റെ പ്ലാൻ ഒന്ന് ചോദിക്കട്ടെ. എല്ലാ ഫാമിലി കാണണമായിരുന്നു പറയുന്നത്. എല്ലാ കുടുംബാംഗങ്ങളും ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ പെരുന്നാളായി കഴിഞ്ഞാൽ അതാണ് മെയിൻ. എല്ലാ കുടുംബാംഗങ്ങളും വിസിറ്റ് ചെയ്യണം. അഥവാ അല്ലറ ചില്ലറ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പോയി സഹായിക്കുക, കാത്തു കൊടുക്കുക, അതൊക്കെ തന്നെ മെയിൻ. ബന്ധങ്ങൾ പുതുക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. വിശ്വാസമൊക്കെ കൃത്യമായി അല്ലേ പിടിച്ചുകൊണ്ടുള്ള ആഘോഷം തന്നെയാണ്. അതെ, ആഘോഷം തന്നെയാണ്. പ്രധാനമായും പിന്നെ സുഖമില്ലാത്തവരെ ഒന്ന് കാണുക, വിസിറ്റ് ചെയ്യുക, ബന്ധങ്ങൾ പുതുക്കുക, അതിനുവേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. സന്തോഷം. ഇത് തന്നെയാണ്. എല്ലാവരും വളരെ ആഘോഷ നിറവിലാണ്.
വിശ്വാസം ചേർത്ത് പിടിച്ചുകൊണ്ട് സന്ദേശം അത് പരമാവധി ആളുകളിലേക്ക് രാഹുൽ, എത്തിക്കുക വിശ്വാസം എന്നുള്ളത് ചേർത്ത് പിടിക്കൽ തന്നെയാണ്. മാത്രമല്ല, അവരൊക്കെ പറയുന്നതിൽ ബന്ധുവീട് സന്ദർശനമുണ്ട്, എല്ലാ മനുഷ്യരുമായും ഇടപഴകി മുന്നോട്ട് പോവുക എന്നൊരു കാര്യം കൂടി അതിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ഈ കാലത്ത്.